പൊട്ടത്തരം പൊട്ടത്തരം എന്ന് നിങ്ങൾ പല വീഡിയോയിലും പറയുന്നു. ശരിയാ. ഈ പൊട്ടത്തരം എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ മിടുക്കനാണ് എന്ന അതിൽ നിന്ന് നിങ്ങൾ തന്നെ സമർത്ഥിക്കുന്നുണ്ട്. അത് തന്നെ നിങ്ങൾക്കുള്ള പോരായ്മയാണ്. ഞാനൊരു എളിയവനാണ് എന്ന് അൻസാരി സുഹരിയൊക്കെ പറയുന്നത് പോലെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സംഭാഷണം നിങ്ങൾ കേട്ടുപഠിക്കൂ. അദ്ദേഹം വളരെ മതവേഷവും ഭാഷയും ഒക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം വളരെ എളിമനായിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലൊന്നും ഒരു അനാവശ്യകതയില്ല. താങ്കളുടെ വാക്കുകളിൽ ധാരാളം അനാവശ്യകതയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളെ ഇങ്ങനെയുള്ള വാക്കുകളിലേക്ക് കടത്തിവിടുന്നത്. താങ്കൾ ലൈവിൽ വന്നാലോ എങ്ങനെ വന്നാലോ ഞങ്ങൾക്കാർക്കും ഒന്നുമില്ല. ഞങ്ങൾ അത് എവിടെയും പ്രതികരിക്കാൻ തയ്യാറാണ്. നിങ്ങൾ നിരീശ്വരവാദികളായിട്ടുള്ള രവിചന്ദ്രനെയോ അല്ലെങ്കിൽ മൈത്രേയനെയോ അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ടൊരു സംവാദം വയ്ക്കൂ. എന്നിട്ട് നിങ്ങളുടെ കഴിവ് തെളിയിക്കൂ. എന്നിട്ട് നിങ്ങൾ ലൈവിലേക്ക് വരൂ. നിങ്ങൾക്ക് അങ്ങനെ കാശുണ്ടാക്കാമല്ലോ. നിങ്ങളുടെ ഓരോ യൂട്യൂബിനും ഓരോ നല്ല പൈസ കിട്ടുമല്ലോ. അതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യൂ. ഞങ്ങൾ കേൾക്കട്ടെ. നിങ്ങളെക്കാൾ വലിയ വലിയ ആളുകളെയൊക്കെ ഞങ്ങൾ യൂട്യൂബിലൂടെ കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെയൊന്നും അങ്ങനെ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ഒന്നും കാര്യങ്ങൾ വെച്ച് നിങ്ങൾ വലിയ അറിവുള്ളവനാണെന്ന് പറഞ്ഞ് ഞങ്ങളൊന്നും വലിയ പൊത്തിലൊന്നും വിളിക്കില്ല. ഞങ്ങൾ നേരെ വാ നേരെ പോകും. അങ്ങനെ നേരെ വർത്തമാനങ്ങൾ പറയും. ഞങ്ങൾക്ക് മതമില്ല, ഞങ്ങൾക്ക് ജാതിയില്ല, അനാവശ്യമായ സ്പിരിറ്റ് ഇല്ല. മനസ്സിലായോ? മനുഷ്യനാകണം ആദ്യം. അങ്ങനെ മനുഷ്യനായി ജീവിക്കാൻ ശ്രമിക്കൂ. ഈ ലോകത്ത് മുഴുവനും മതത്തിന്റെ പേരിലാണ് മനുഷ്യൻ ഒരുപാട് മരിച്ചിട്ടുള്ളത്. നിങ്ങൾ അതോർക്കുക. അതോർത്ത് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് നന്മയുണ്ടാവും എന്ന് ഞാൻ പറയുന്നു. എൻ്റെ പൊന്നു സഹോദര, പൊട്ടത്തരം പറയുന്നതിന് പിന്നെ പൊട്ടത്തരം എന്നല്ലാതെ വേറെ എന്താ പറയുക? നിങ്ങൾ പറയുന്ന ആശയത്തെയാണ് അത് മണ്ടത്തരമാണെന്ന് പറയുന്നത്. കാരണം അത് മണ്ടത്തരമാണ്. ഞാൻ തെളിയിച്ചു തരാം. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ പൊട്ടത്തരം എന്ന് പറയുന്നതിലൂടെ, അതായത് ഞാൻ അഹങ്കരിക്കുന്നു എന്നല്ല പറയുന്നത്. ഒരിക്കലുമല്ല. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ പറയുന്ന മണ്ടത്തരങ്ങൾ, അതായത് വിവരമില്ലായ്മ എന്ന് തന്നെ വേണം പറയാൻ. അത് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ്. അതിനർത്ഥം ഞാൻ എല്ലാം പഠിച്ചു, എല്ലാം എനിക്കറിയാം എന്ന രീതിയിൽ ഒരിക്കലും ഞാൻ അവകാശപ്പെടുന്നില്ല. തീർച്ചയായും ഒരാളും അറിവിന്റെ കാര്യത്തിൽ പൂർണ്ണത എത്തി നിൽക്കുന്നില്ല എന്നതൊരു സത്യമാണ്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അറിയാത്ത കാര്യങ്ങൾ തീർച്ചയായും പഠിച്ചിട്ടേ ഞാൻ അതിനെതിരെ പറയത്തുള്ളൂ. അല്ലാതെ വെറുതെ വായിൽ തോന്നിയത് പറയത്തില്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ എളിമയോടെ സംസാരിക്കുന്നില്ല, എൻ്റെ വീഡിയോയിൽ വളരെ മോശമായിട്ടാണ് ഞാൻ എല്ലാവരെയും ചിത്രീകരിക്കുന്നതെന്ന്. ഒരു സംഭവം നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാൻ പറ്റുമോ? ഈ പൊട്ടത്തരം എന്ന് പറയുന്നത് പൊട്ടത്തരം ആയോണ്ടാണ് പറയുന്നത്. അല്ലാതെ ഞാൻ മോശമായി പറഞ്ഞിട്ടുള്ള, ഞാൻ ഇതുവരെ ചെയ്ത വീഡിയോയിൽ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ഞാൻ മോശമായി തെറിയോ വല്ല മോശമായ ഭാഷയോ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്കത് കാണിച്ചു തരാൻ സാധിക്കുമോ? നേരെ മറിച്ച് എനിക്ക് ഈ മൈത്രേയം പറഞ്ഞതും ഈ ആരിഫ് ഹുസൈൻ പറഞ്ഞതും ഈവൻ നിങ്ങളടക്കം എന്താണ് നിങ്ങളുടെ സംസ്കാരം എന്ന് എനിക്ക് ഇവിടെ കാണിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ തന്നെ ഇട്ട ഒരു കമന്റ് എനിക്ക് കാണിച്ചു തരാൻ പറ്റും നിങ്ങൾ എന്താണ് പറഞ്ഞതെന്ന്. നിങ്ങൾ പറയുന്നതല്ല പ്രവർത്തിക്കുന്നത്, അവിടെയാണ് പ്രശ്നം. നിങ്ങൾ പൊത്തിലൊന്നും പോയി ഒളിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും എനിക്ക് വ്യക്തിപരമായി ഈ പറഞ്ഞ ആരോടും, നിങ്ങളോടടക്കം, ഈവൻ നിങ്ങൾ തെറി പറഞ്ഞിട്ടടക്കം എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ല. പക്ഷെ നിങ്ങൾ പറയുന്ന ആശയങ്ങൾ മതത്തെയും എതിർക്കുമ്പോൾ അതിൽ സത്യസന്ധതയില്ല എന്ന് ബോധ്യപ്പെട്ടതിനാലാണ് ആ ആശയത്തെ ഞാൻ എതിർക്കുന്നത്. അതിന് നിങ്ങൾ പൊത്തിൽ പോയി ഒളിക്കുകയോ എന്നെ ഭയപ്പെടേണ്ട ആവശ്യമോ ഒന്നും തന്നെ ഉദിക്കുന്നില്ല. അതിൻ്റെ ആവശ്യവും ഇല്ല. ആശയപരമായി നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പ്രതികരിക്കാവുന്നതാണ്. ഞാൻ ഈ ചെയ്യുന്നത് പോലെ വീഡിയോ ആയിട്ടും, ഇനി അഥവാ ഞാൻ യൂട്യൂബിൽ ലൈവ് വരുന്നുണ്ടല്ലോ, അവിടെയും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ വെല്ലുവിളിക്കുകയാണ്. അവിടെ വന്നിട്ട് നിങ്ങളുടെ ആശയങ്ങൾ പറയും. അതിനുള്ള മറുപടി ഞാൻ തീർച്ചയായും തന്നിരിക്കും. ആശയപരമായിട്ട് എനിക്ക് എതിർപ്പുള്ളൂ, വ്യക്തിപരമായിട്ട് ആരോടും എതിർപ്പില്ല. നിങ്ങൾ പറയുന്നത് മണ്ടത്തരമാണെന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് നിങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഈ ലോകത്ത് ഏറ്റവും അധികം മനുഷ്യർ കൊല്ലപ്പെട്ടത് മതത്തിന്റെ പേരിലാണെന്ന്. ശുദ്ധ മണ്ടത്തരമാണ്. നിങ്ങൾ വീണ്ടും വീണ്ടും മണ്ടത്തരം പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ എന്താണ് പറയേണ്ടത്? മണ്ടത്തരം എന്നല്ലാതെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ അറിവില്ലായ്മയാണ് പ്രശ്നം. മാത്യു വൈറ്റിന്റെ ദ ഗ്രേറ്റ് ബുക്ക് ഓഫ് ഹൊറിബിൾ തിങ്സ് എന്ന പുസ്തകത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ 100 കൂട്ടക്കൊലപാതകം എടുത്തു പരിശോധിച്ചു നോക്കിയാൽ അതിൽ 11 മാത്രമാണ് മതപരമായിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം ഈ രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടുമാണ് നമുക്ക് കാണാൻ സാധിക്കുക. തീർന്നില്ല. എൻസൈക്ലോപീഡിയ ഓഫ് വാർസ് അനുസരിച്ച് 1763 യുദ്ധങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ
വെറും 121 മാത്രമേ മതപരമായിട്ട് ഉള്ള യുദ്ധങ്ങളായി നമുക്ക് കാണാൻ സാധിക്കൂ. അതായത് വെറും 7% മാത്രം. തീർന്നില്ല. ഈ 1-ാം ലോക മഹായുദ്ധം, 2-ാം ലോക മഹായുദ്ധം ഇതൊക്കെ എന്തിന്റെ പേരിലായിരുന്നു? മതപരമായിട്ടായിരുന്നു. അധികാരമോഹം, സാമ്പത്തിക നേട്ടം, രാഷ്ട്രീയ ലാഭങ്ങൾ ഇതിനൊക്കെ വേണ്ടി തന്നെയാണ്. ഇപ്പോ കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക യുദ്ധം എന്തിനു വേണ്ടിയാണ്? മതത്തിന്റെ പേരിലാണോ? അപ്പൊ നിങ്ങൾ പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? അതിനെ ഞാൻ എന്താണ് വിളിക്കേണ്ടത്? പൊട്ടത്തരം എന്നല്ലാതെ. നിങ്ങൾ ഒരു അടിസ്ഥാനരഹിതമായിട്ട് വായിൽ തോന്നിയത് വിളിച്ചു പറയുകയാണ്. അതിനൊരു അടിസ്ഥാനവും ഇല്ല എന്നതാണ് വാസ്തവം. നിങ്ങൾ ഏതെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വസ്തുതകൾ അന്വേഷിച്ചിട്ട് വേണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ ഒരു ഡിബേറ്റിലോ പറയാനായിട്ട്. നിങ്ങൾ ആരോപിക്കുന്നതൊക്കെയും അടിസ്ഥാനരഹിതമാണ്. ഞാനിവിടെ സംസാരിക്കുന്നത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനിയും ഒരുപാട് തെളിവുകൾ എനിക്ക് കാണിച്ചു തരാനായിട്ട് സാധിക്കും. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കൂട്ടക്കൊലയും കൊലപാതകങ്ങളും പ്രശ്നങ്ങളും നടന്നിട്ടുള്ളത് മതത്തിന്റെ പേരിലല്ല. മനുഷ്യന്റെ അധികാരത്തോടും പണത്തോടും രാഷ്ട്രീയ ലാഭങ്ങളോടും ഉള്ള ആർത്തി മൂലമാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഒരു വസ്തുത. എല്ലാ മതങ്ങളും ക്ഷമയുടെയും സമാധാനത്തിന്റെയും സന്ദേശമാണ് കൂടുതൽ മുൻതൂക്കം നൽകുന്നത്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിലും അത് തന്നെയാണ്. പിന്നെ നിങ്ങൾ സന്ദർഭത്തിൽ നിന്നും അടർത്തിയെടുത്ത് മനഃപൂർവ്വം നിങ്ങൾ മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ ഒരു തെറ്റിദ്ധാരണ മാറ്റേണ്ടത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോയും ചെയ്യുന്നത്.